ഹലോ നമസ്കാരം. ഭാവന ടേബിളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പിക്ക് പ്രത്യേകിച്ച് പേരൊന്നുമില്ല. ഞാൻ ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ്. നല്ലൊരു അടിപൊളി സ്നാക്കാണ്. എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു പ്രത്യേക രുചിയിലുള്ള ഒരു പലഹാരം. ഇനി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനുവേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 1.5 കപ്പ് പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. പച്ചരി നന്നായിട്ട് വെള്ളമൊഴിച്ച് നന്നായിട്ട് കഴുകിയെടുക്കുക. സ്റ്റാർച്ചൊക്കെ പോകുന്നത് വരെയും ഒരു 5-6 പ്രാവശ്യം കഴുകിയെടുക്കുക കേട്ടോ. എന്നിട്ട് ഇത് നമുക്കൊരു 5 മണിക്കൂർ സോക്ക് ചെയ്യാനായിട്ട് വയ്ക്കാം. അതേപോലെ 3-4 ക്യാരറ്റ്, ഇടത്തരം വലുപ്പമുള്ള ക്യാരറ്റ് കട്ട് ചെയ്തെടുക്കുക. തൊലിയെല്ലാം കളഞ്ഞ് കട്ട് ചെയ്തെടുത്തിട്ട് നമുക്കൊരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിന് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ നന്നായിട്ട് ബോയിൽ ചെയ്തെടുക്കുകയാണ്. ക്യാരറ്റ് നന്നായിട്ട് ബോയിലായിട്ട് വരട്ടെ കേട്ടോ. നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇത് ഞാൻ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കട്ടെ കേട്ടോ. വേറൊരു ബൗളിലേക്ക് ക്യാരറ്റ് മാറ്റി വയ്ക്കുവാണ്. ഈ വേവിച്ച വെള്ളം നമുക്ക് ആവശ്യമുണ്ട്. അത് നമുക്ക് തണിയാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി ഒരു മിക്സിയുടെ ഗ്രൈൻഡിങ് ജാറിലേക്ക് ക്യാരറ്റിൽ തിളപ്പിച്ച വെള്ളവും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് പേസ്റ്റ് രൂപമായിട്ട് അരച്ചെടുക്കാം. ഇതിങ്ങനെ നന്നായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമ്മൾ 5 മണിക്കൂർ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന അരിച്ചെടുത്തിട്ടുള്ള പച്ചരി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഈ മിക്സിയിൽ തന്നെ ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കണം. നല്ല മഷി പോലെ അരഞ്ഞു കിട്ടുന്നത് വരെയും അരച്ചെടുക്കുക. 1/2 കപ്പ് പഞ്ചസാരയും കൂടെ ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ക്യാരറ്റ് വേവിച്ചെടുത്ത വെള്ളം ഉണ്ടല്ലോ, അത് 1 കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്ത് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് അരഞ്ഞെടുത്ത് വന്നിട്ടുണ്ട്. വേറൊരു ബൗളിലേക്ക് ഞാനിത് പകർത്തുകയാണ്. നല്ല കളറല്ലേ. അതിനകത്തേക്ക് 1 ടീസ്പൂൺ ഈസ്റ്റ് ഇട്ട് കൊടുക്കുകയാണ്. ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ വേറെ ഒന്നും നമ്മൾ ആഡ് ചെയ്യുന്നില്ല. 1 ടീസ്പൂൺ ഈസ്റ്റും കുറച്ച് മധുരം കുറവായതുകൊണ്ട് 2 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ. എന്നിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് എടുക്കുക. അതിനകത്തേക്ക് സിനമൺ പൗഡറും കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇത് ഞാൻ ഒന്ന് പൊങ്ങി വരാനായിട്ട് മാറ്റി വയ്ക്കുവാണ്. അത്യാവശ്യം പൊങ്ങി വന്നിട്ടുണ്ട് കണ്ടോ. നന്നായിട്ട് ഫെർമെൻ്റായി വന്നിട്ടുണ്ട്. നമ്മുടെ ഈസ്റ്റ് നന്നായിട്ട് വർക്ക് ചെയ്ത് വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിന് ഞാനിത് സ്റ്റീൽ ഗ്ലാസ്സിലാണ് കേട്ടോ വേവിച്ചെടുക്കുന്നത്, കുക്ക് ചെയ്യാനായിട്ട് എടുക്കുന്നത്. അപ്പോൾ സ്റ്റീൽ ഗ്ലാസ്സിലേക്ക് എണ്ണ തടവുക. അതിനകത്തേക്ക് നമ്മൾ ഇപ്പോൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഈ മിക്സ് ഒരു 1/4 ഭാഗം ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ 5 ഗ്ലാസ്സിനുള്ള അളവിൽ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇഡ്ഡലിയുടെ പാത്രത്തിനകത്ത്, നല്ല ആവി വരുന്ന പാത്രത്തിനകത്ത് ഇത് വെച്ച് നമുക്ക് നന്നായിട്ട് വേവിച്ചെടുക്കണം. ഇപ്പം ഏകദേശം കുറേ സമയമായിട്ടുണ്ട്. നോക്കൂ, നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് നമ്മുടെ അപ്പമാണോ കേക്കാണോ എന്നൊന്നും പറയാൻ വയ്യ. എന്തായാലും അടിപൊളി സാധനമാണ്. കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണെന്നറിയോ, നല്ല മണവും. അപ്പം അത്യാവശ്യം ചൂട് തണിയാനായിട്ട് ഞാൻ മാറ്റി വയ്ക്കുകയാണ്. എന്നിട്ട് നമുക്കിത് ഡിമോൾഡ് ചെയ്യാം. ചൂട് തണിഞ്ഞിട്ടുണ്ട്. നോക്കൂ, നമ്മുടെ അപ്പം ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇതിങ്ങനെ വരും. നമ്മുടെ ക്യാരറ്റ് വെച്ചിട്ട് കണ്ടോ, അങ്ങനെ 5 എണ്ണവും ഞാൻ ഡിമോൾഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ക്യാരറ്റ് അപ്പമോ കേക്കോ എന്തോ ആവട്ടെ, അതിവിടെ തയ്യാറായിട്ടുണ്ട്. വളരെ ടേസ്റ്റാണ്. ഇത് ക്യാരറ്റിൻ്റെ ആണെന്ന് ആരും പറയില്ല അല്ലേ. ഉണ്ടാക്കി നോക്കുക. കഴിക്കാനാണെങ്കിലും വളരെ ടേസ്റ്റാണ്. ചൂട് ചായയുടെ കൂടെ ഇതിങ്ങനെ തന്നെ കഴിക്കാം. നല്ല സോഫ്റ്റാണ്, അടിപൊളി ടേസ്റ്റുമാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കി. ഞാനിതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. ഇത് കണ്ടോ, ഇങ്ങനെ ഇരിക്കും അതിൻ്റെ അകത്തുള്ള വ്യൂ. നന്നായിട്ട് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. എൻ്റെ ഹസ്ബൻഡ് വേറൊരു രീതിയിലാണ് ഇത് കഴിക്കുന്നത്. അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഒരെണ്ണം എടുത്ത് വെക്കുക. അതിനകത്ത് 1 സ്കൂപ്പ് ഐസ്ക്രീം ഇടുക. എന്നിട്ട് കുറച്ച് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിരിക്കുന്നത് ഇട്ടിട്ട് ആണ് ഹസ്ബൻഡ് കഴിക്കാറ്. ഇതിങ്ങനെ വരും. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അതേപോലെ ആ ബെൽ ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക. ഇനിയും നല്ല നല്ല വിഭവങ്ങളുമായിട്ട് ഭാവന ടേബിളിലൂടെ നമുക്ക് കാണാം. താങ്ക് യു.